പാലസ്തീൻ വിഷയത്തിൽ ട്രംപും ഇസ്രയേലും ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നു. പാലസ്തീൻകാരെ ഗാസയിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പുതിയ തന്ത്രത്തിനും തിരിച്ചടി കിട്ടി. പാലസ്തീൻ ജനതയെ ഗാസയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള കുടിലതന്ത്രമാണ് ട്രംപും കൂട്ടരും പയറ്റിയത്. ഇതിനായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയയുമായിട്ടും സുഡാനുമായിട്ടും അമേരിക്ക ചർച്ചകൾ നടത്തിയെന്നും പ്രമുഖ വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ അമേരിക്കയുടെ ആവശ്യത്തെ സുഡാനും സൊമാലിലാൻഡും തള്ളിക്കളഞ്ഞുവെന്നും അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പട്ടിണിയിലാണെങ്കിലും നട്ടെല്ലുറപ്പ് ആർക്കു മുന്നിലും അടിയറവ് വെക്കില്ല എന്നും അവർ തെളിയിച്ചു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും പാലസ്തീൻ ജനതയെ ഗാസയിൽ നിന്നും ഒഴിപ്പിക്കാനാണ് ട്രംപും നെതന്യാഹുവും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത്. അതിനുശേഷം പാലസ്തീൻകാരുടെ ചെറുത്തുനിൽപ്പില്ലാത്ത ഗാസ കൈവശപ്പെടുത്തുക, തുടർന്ന് രണ്ടുപേരുടെയും ബിസിനസ് താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. അതായിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മനസ്സിലുള്ള തന്ത്രം. ഇതിനായി പല നീക്കങ്ങളായിരുന്നു ട്രംപും കൂട്ടരും നടത്തിയത്. അതിൽ ഒടുവിലത്തേതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ചർച്ച. ഈ ചർച്ചയുടെ കാര്യം സ്ഥിരീകരിക്കാൻ സൊമാലിയ തയ്യാറായിട്ടില്ല. അമേരിക്കയും ഇസ്രയേലും ഈ വാർത്തയിൽ പ്രതികരിച്ചിട്ടുമില്ല. അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ തന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് മറുതന്ത്രം പയറ്റിയതോടെയാണ് ഗത്യന്തരമില്ലാത്ത ട്രംപ് ആഫ്രിക്കൻ രാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്നത്. ഈ നീക്കത്തോട് അറബ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ശ്രദ്ധേയമായിരിക്കും. ഗാസയിൽ നിന്നും പാലസ്തീൻകാരെ കുടിയൊഴിപ്പിച്ച ശേഷം അവിടം കടലോര ഉല്ലാസ കേന്ദ്രമാക്കുമെന്നായിരുന്നു അധികാരമേറ്റ അന്ന് മുതൽ ട്രംപ് പറയുന്നത്. ട്രംപിന്റെ ഈ മോഹന സുന്ദര വാഗ്ദാനം പുറത്തുവന്ന ദിവസം അമേരിക്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ തന്നെ അത് തള്ളിയിരുന്നു. ഹമാസും ശക്തമായ പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നു. എന്നാൽ ഗാസയുടെ നല്ലതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശം എന്ന മറുപടിയായിരുന്നു ട്രംപ് അതിന് നൽകിയത്. പിന്നെയും ഒരുപാട് വട്ടം ഈ പദ്ധതിയെക്കുറിച്ച് ട്രംപ് വാചാലമായി. അതിനുശേഷമാണ് ഈജിപ്തിനെ ഉപയോഗിച്ചുള്ള തന്ത്രം പയറ്റിയത്. ഹമാസ് ഇല്ലാത്ത ഗാസ പുനരുദ്ധാരണ പദ്ധതിയുടെ കരടാണ് ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ വെച്ചത്. ഹമാസിനെ ഗാസയിൽ നിന്നും ഒഴിവാക്കിയാൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പകുതി വഴി ക്ലിയർ ആകുമെന്ന് ട്രംപിന് നല്ല പോലെ അറിയാം. ഗാസയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഹമാസ് ആണ് എന്ന് വരുത്തി തീർക്കുകയും ലക്ഷ്യമാക്കിയിരുന്നു. പക്ഷേ ഈജിപ്തിന്റെ ഈ നിർദ്ദേശത്തെ അറബ് ഉച്ചകോടി ഒന്നാകെ തള്ളിക്കളഞ്ഞു. ഒപ്പം പാലസ്തീൻ പുനരുദ്ധാരണത്തിന് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം വേണ്ട എന്ന നിലപാടും എടുത്തു. പാലസ്തീന്റെ പുനർനിർമ്മാണം അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നടത്തുമെന്നും അതോടെ ട്രംപിന് ബോധ്യമായി. തങ്ങൾ കളത്തിന് പുറത്തായെന്നും ട്രംപും കൂട്ടരും ഉറപ്പിച്ചു. ഇതോടെയാണ് ഇസ്രയേലിനെ പോലും അറിയിക്കാതെ ഹമാസുമായി ചരിത്രത്തിലാദ്യമായി നേരിട്ട് അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തിയത്. ഇസ്രയേൽ ബന്ദിമോചനമായിരുന്നു അജണ്ടയെങ്കിലും ഗാസ വിഷയം തങ്ങളുടെ കൈവഴുതി പോകരുത് എന്ന ഗൂഢതന്ത്രവും അതിന് പിന്നിലുണ്ടായിരുന്നു. പാലസ്തീന്റെ മനോഹര പൈതൃകത്തിന്റെ പാരമ്പര്യം പേറുന്ന ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള പദ്ധതി തന്ത്രമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ചർച്ചയെന്നും ഉറപ്പായും വിലയിരുത്താം. സുഡാനും സൊമാലിയയും സൊമാലിലാൻഡും പട്ടിണിയും പരിവട്ടവും ആഭ്യന്തര കലാപങ്ങളുമായി ഏറെ നാളായിട്ട് ദുരിതത്തിലാണ്. സൊമാലിയയിൽ നിന്നും വിഘടിച്ചു പോയ പ്രദേശമാണ് സൊമാലിലാൻഡ്. ദീർഘകാല ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ സുഡാനിൽ ആഭ്യന്തര അഭയാർത്ഥികൾ തന്നെ 1.2 കോടിയോളം വരും. ഇവിടേക്കാണ് പാലസ്തീൻ ജനതയെ പുറത്തുവിടാൻ അമേരിക്ക ക്രൂരമായ നീക്കം നടത്തുന്നത്.